നിയമസഭാ സാമാജികനും CPM നേതാവുമായിരുന്ന വി കേശവന്റെ 21ാം ചരമവാർഷിക ആചരണവുമായി ബന്ധപ്പെട്ട് ഭരണിക്കാവ് കോയിക്കൽ ചന്തയ്ക്ക് സമീപം അനുസ്മരണ സമ്മേളനം നടത്തി. സാംസ്കാരിക, ഫിഷറീസ്, യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ചിലർക്ക് ഇപ്പോഴും RSSനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. മതഭീകരവാദികൾക്കെതിരെ കൂട്ടായ്മ ഉയർന്നു വന്നില്ലെങ്കിൽ വലിയ അപകടം ഭാവിയിൽ നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ സാമാജികൻ, CPM ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം, മികച്ച സഹകാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന വി കേശവന്റെ 21ാം ചരമവാർഷികാചരണവുമായി ബന്ധപ്പെട്ട് അനുസ്മരണ സമ്മേളനം നടത്തി. കോയിക്കൽ ചന്തയ്ക്ക് സമീപമാണ് സമ്മേളനം നടത്തിയത്. സാംസ്കാരിക, ഫിഷറീസ്, യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോലീസ് കൊടുത്ത മൊഴിയെന്നാണ് സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തത്. കുറ്റവാളികളാണ്, മനുഷ്യക്കടത്ത് കൊടുത്തവരാണ്, മതവിദ്വേഷമുണ്ടാക്കിയവരാണ്, മതം മാറ്റാൻ ശ്രമിച്ചവരാണ്. ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിച്ചു. എന്നാൽ കോടതിയിൽ 9ാമത്തെ ദിവസം നടത്തിയ വിസ്താരത്തിൽ വാദത്തിൽ നിരപരാധികളാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ആ പാവപ്പെട്ടവർക്ക് ജാമ്യം കിട്ടി. ഇല്ലെങ്കിൽ ഇന്ത്യ ചെയ്യുന്നത് അത് ഞങ്ങളാണ് സംരക്ഷിച്ചത്. അതിന്റെ ക്രെഡിറ്റ് അടിക്കാനുള്ളത് BJPക്ക് ഇപ്പൊ 2 ക്രൈസ്തവ പേരിലുള്ള നേതാക്കന്മാർ ആളുകളുണ്ട്. ക്രൈസ്തവ പേരിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാം ഛത്തീസ്ഗഡ്. കേരളത്തിൽ ചിലർക്ക് ഇപ്പോഴും RSSനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. RSSന്റെ കാപഠ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. നിരപരാധികളായ 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് തുറങ്കിലടച്ച സംഭവത്തിലെ അവരുടെ നിലപാട് എത്ര മനുഷ്യത്വഹീനമായിരുന്നുവെന്ന് ലോകം കണ്ടതാണ്. പശുക്കടത്തിന്റെ പേരിൽ എത്രയോ പേർ കൊല്ലപ്പെടുന്നു, ഒരു കേസുമില്ല. ഈ മതഭീകരവാദത്തിനെതിരെ കൂട്ടായ്മ ഉയർന്നു വന്നില്ല എങ്കിൽ വലിയ അപകടം ഭാവിയിൽ നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. CPM മാവേലിക്കര ഏരിയ സെക്രട്ടറി G. അജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ, G. ഹരിശങ്കർ, A. മഹേന്ദ്രൻ, K. രാഘവൻ, G. രാജമ്മ, K. മധുസൂദനൻ, ലീല അഭിലാഷ്, മുരളി തഴക്കര, B. അബിൻ ഷാ, AM ഹാഷിർ, CB വർഗീസ്, G. രമേഷ് കുമാർ, നികേഷ് തമ്പി, R. ഗംഗാധരൻ, S. അജോയ് കുമാർ, K. ദീപ, B. വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. കോശി അലക്സ് സ്വാഗതം പറഞ്ഞു. സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R. നാസർ, U. പ്രതിഭ MLA, MS. അരുൺകുമാർ MLA തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.